ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ചിന്തയിലേക്ക് കടക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എബ്രായലേഖനം 11-ാം അധ്യായം. ഇന്ന് രാത്രി നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. വേഴ്സ് 23, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 23. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ നമ്മൾ അടുത്ത ഈ വിശ്വാസ പിതാക്കന്മാരുടെ പദവിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കറിയാം, എബ്രായ ലേഖനം പഠിക്കുമ്പോൾ ആ ലേഖനത്തിൻ്റെ ഒരു പ്രാധാന്യപ്പെട്ട ഒരു വേർഡുണ്ട്. എന്താ അതിൻ്റെ വേർഡ്? എബ്രായ ലേഖനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീം വെളിപ്പെടുത്തുന്ന ഒരു വേർഡുണ്ട്. എന്ത് ആണോ? അതല്ല, ഹീബ്രൂസിലെ വളരെ വിലപ്പെട്ടതായിരിക്കുന്ന ഒരു വേർഡ്. എബ്രായ ലേഖനം മുഴുവൻ അതാ പഠിപ്പിക്കുന്നത്. എന്തുവാ അത്? പണ്ട് പഠിപ്പിച്ചതാ. ബെറ്റർ ദാൻ, അതിനേക്കാൾ. നിങ്ങൾക്കറിയാം, 1 മുതലുള്ള അധ്യായങ്ങൾ പഠിപ്പിക്കുന്നത്, 1-ാം അധ്യായം പഠിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ആരെക്കാൾ വലിയവൻ? യെസ്, ദൂതന്മാരെക്കാൾ വലിയവൻ. അതിനുശേഷം പറയുന്നു, 2-ാമത്തെ അധ്യായം പറയുന്നു കർത്താവായ യേശു ക്രിസ്തു ആരെക്കാൾ വലിയവൻ? ദൂതന്മാരെക്കാൾ വലിയെന്ന് പറഞ്ഞിട്ട് 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്നു. ഇവിടെ മുഴുവൻ നമ്മൾ കാണുമ്പോൾ യേശു ക്രിസ്തു മറ്റുള്ളവരെക്കാൾ വലിയവൻ. അവസാനമായി കൊണ്ടുവെക്കുന്ന ഒരു വേർഡാണ് മോശയേക്കാൾ വലിയവൻ. അപ്പോൾ മോശ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു രീതിയിൽ നമുക്ക് കർത്താവായ യേശു എന്ന് പറയുന്നത് പോലെ ഇസ്രായേൽ മക്കൾക്ക് വളരെ അവർ ബഹുമാനിക്കുന്ന വ്യക്തിയായിരുന്നു മോശ. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദാസൻ എബ്രായ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അവരെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചത് മോശയേക്കാൾ വലിയവനാണോ ഈ കർത്താവായ യേശു? യാഗപീഠത്തെക്കാൾ വലിയവനാണോ ഈ കർത്താവായ യേശു? ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു വന്നിട്ടാണ് വിശ്വാസത്തിൻ്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിച്ച് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് പറഞ്ഞിട്ട് വിശ്വാസ വീരന്മാരുടെ പട്ടികയിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയാണ് വിശ്വാസ സ്റ്റെപ്പുകൾ കടന്നു വരുന്നത്. വിശ്വാസ വീരന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ 23-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നാം വിശ്വാസത്തെ കാണുന്നു. ആരുടെ വിശ്വാസമാണ് കാണുന്നത്? വീണ്ടും ഒരുമിച്ച് ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചാട്ട്. 23. അപ്പോൾ ഇവിടെ കണ്ടത് മോശയുടെ അമ്മയപ്പന്മാരുടെ വിശ്വാസം. The faith of Moses' parents. അതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. മോശയുടെ വിശ്വാസമല്ല, മോശയുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസം. അപ്പോൾ മോശയുടെ ജനനവുമായിരിക്കുന്ന ബന്ധത്തിൽ മാതാപിതാക്കന്മാരുടെ ഒരു വലിയ ഫെയ്ത്ത് നമ്മൾ ഈ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. ശ്രദ്ധിക്കണമെന്ന് രാത്രി കേൾക്കുന്ന വചനം. എന്താണ് ഈ ഫെയ്ത്തിൻ്റെ പ്രത്യേകത? ഈ ഫെയ്ത്തിൻ്റെ പ്രത്യേകത ദ ഫെയ്ത്ത് ദാറ്റ് ഓവർകമത്ത് ഫിയർ. നോട്ട് ചെയ്താട്ട്. The faith that overcome fear. ഭയത്തെ അതിജീവിക്കുന്ന വിശ്വാസം. അതാണ് ഈ പ്രത്യേകമായിരിക്കുന്ന വാക്യത്തിൽ ഈ മാതാപിതാക്കന്മാരുടെ ഒരു പ്രത്യേകതയാണ് കാണുന്നത്. ആ 23-ാമത്തെ വാക്യത്തിൻ്റെ ലാസ്റ്റ് പോർഷൻ വായിച്ചാട്ട്. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ. അപ്പോൾ ഇവിടെ സംഭവിച്ചത് മാതാപിതാക്കന്മാർക്ക് ഉള്ളിൽ ഉണ്ടായിരുന്ന വിശ്വാസം കൊണ്ട് എന്ത് സംഭവിച്ചു? രാജാവിൻ്റെ കൽപ്പന അവർ ഭയപ്പെട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രത്യേകമായിരിക്കുന്ന വാക്യം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായിരിക്കുന്ന സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുകയാണ്. നിങ്ങൾക്കറിയാം, 400 വർഷം കൊണ്ട് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ താമസിക്കുമ്പോൾ ദൈവം അവരെ സമൃദ്ധമായിട്ട് വർദ്ധിപ്പിച്ചത് മുഖാന്തരമായിട്ട് കടന്നു വന്നുമായിരിക്കുന്ന ഒരു ചിന്തയാണ് ഫറവോൻ്റെ ഉള്ളിൽ കടന്നു വന്നത്. ഞാൻ മോശയുടെ മാതാപിതാക്കന്മാരിലേക്ക് കടന്നു വരട്ടെ. എടുത്താട്ട് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-2 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. പുറപ്പാട് പുസ്തകം 2-ാമത്തെ എക്സോഡസ് ചാപ്റ്റർ 2 വേഴ്സ് 1 and 2. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. എല്ലാ കാര്യവും വിശദമായിട്ട് പഠിപ്പിക്കുവാനല്ല ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിനൊരു എയിമുണ്ട്. ആ എയിം എന്ന് പറയുന്നത് നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്ത്. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന വേർഡ്. നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ കഴിവ് ശക്തമായിരിക്കും തിരുവഴുത്ത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നത്
നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ വേണ്ടത് മുഴുവൻ അതിനകത്തുണ്ട്. എന്നാൽ പല കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം ക്ലോസ് ചെയ്ത് വെച്ച് അടച്ചു വച്ചിരിക്കുക. ഈ അടച്ചു വെക്കപ്പെട്ടതായിരിക്കുന്ന വിഷയങ്ങൾ തുറക്കുക എന്നുള്ളത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജോലിയല്ല. തുറക്കാൻ ഉള്ള ചില വിഷയങ്ങളുണ്ട്. അത് രക്ഷയുമായിട്ടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് തുറന്നെടുക്കുവാൻ സാധിക്കും. എക്സ്പോസിറ്ററി മെസ്സേജസ് ആവശ്യമാണ്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ ദൈവം അടച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ദൈവം മോശയിൽ കൂടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, മറഞ്ഞിരിക്കുന്നത് ദൈവത്തിനുള്ളവയാണ്. മറഞ്ഞിരിക്കുന്നത് ദൈവത്തിനുള്ള, അത് നമുക്കുള്ളതല്ല. ചില വിഷയങ്ങൾ ദൈവം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ മറച്ചു വെച്ചതായ വിഷയങ്ങൾ തപ്പിപ്പിടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കുവാനുള്ള ശ്രമം ഒരു ദൈവവേദന കൊള്ളാവുന്നതല്ല. പിന്നെയോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിഷയങ്ങൾ അത് ഏറ്റെടുക്കും. അതിൻ്റെ ആഴങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നൊരു വിഷയം ഇതാണ്. ഒരു കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവി കന്യയെ കണ്ടു, അവർ വിവാഹം കഴിച്ചു, അവർക്കൊരു മകൻ ജനിച്ചു. ഇതാണ് ഇവിടെ പറയപ്പെടുന്ന വിഷയം. നിങ്ങൾക്കറിയാം, ഇത് മോശയുടെ ജനനത്തെക്കുറിച്ചാണ് ഈ വേർഡ് ഇവിടെ പറയുന്നത്. മോശ എന്നുള്ള കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ആ മാതാപിതാക്കന്മാർക്ക് മൂത്ത 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു. ഇവിടെ ഈ 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഈ മൂത്ത 2 മക്കളെക്കുറിച്ചുള്ള യാതൊരു വിശദീകരണവും നമ്മളവിടെ കാണുന്നില്ല. അവിടെ പറഞ്ഞൊരു ഒറ്റ വേർഡ് മാത്രമേ ഉള്ളൂ. ലേവിയ പുരുഷൻ കടന്നുപോയി ഒരു ലേവിയ കന്യയെ വിവാഹം കഴിച്ചു, അവർക്കൊരു മകൻ ജനിച്ചു. ആരാ മകൻ? മോശ. എന്നാൽ മോശയ്ക്ക് മുൻപ് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു എന്നുള്ളത് ഈ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ സൈലൻ്റ് ആക്കി വെച്ചിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മോശ ഉത്ഭവമായതുകൊണ്ട് അതിനെ എംഫസിസ് ചെയ്യുവാനാണ് ദൈവത്തിൻ്റെ ദാസൻ ആഗ്രഹിച്ചത്. ആരായിരുന്നു മോശയുടെ പിതാവും മാതാവും? നിങ്ങൾക്കറിയാം, ഒരു ലേവി പുരുഷൻ ആയിരുന്നു, ലേവി കന്യകയായിരുന്നു. ആരായിരുന്നു അവർ? എക്സോഡസ് ചാപ്റ്റർ 6 ഇവിടെ നമ്മൾ കാണുന്നത് അബ്രാമിൻ്റെ വൈഫ് ഭാര്യയാകുന്ന യോഖെബദ്. അവർക്ക് ലഭിച്ചതായിരിക്കുന്ന ജനിച്ചതായ 3 മക്കൾ. അതിൽ ഒരു സഹോദരിയായിരുന്നു, അതാണ് മിരിയാം. അഹരോൻ, മിരിയാം. അതോടൊപ്പം തന്നെ മോശ. ഒരു പക്ഷെങ്കിൽ ഈ പ്രത്യേകമായ സമയത്ത് അവരുടെ പ്രായത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവില്ല എങ്കിലും ഞാൻ നമ്മുടെ വിഷയത്തിൽ നിൽക്കുകയാണ്. ഇവിടെ മോശയുടെ ഉത്ഭവം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. മോശയുടെ ജനനം എന്നുള്ളതാണ് നമ്മുടെ ചിന്തയിൽ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ മോശയുടെ അപ്പൻ്റെയും അമ്മയുടെയും പേര് കടന്നു വരുവാൻ കാരണം മോശയുടെ ജനനത്തിങ്കൽ ഈ മാതാപിതാക്കന്മാർക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു. വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് അവരുടെ ജീവിതം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഈ പർട്ടിക്കുലർ സമയത്ത് ഇസ്രായേൽ മക്കളുടെ സിറ്റുവേഷൻസ്? വായിച്ചാട്ട് അതിൻ്റെ 20-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചാട്ട്. 1-ാം അധ്യായം ചാപ്റ്റർ 1 വേഴ്സ് 20 ഓൺവേർഡ്സ്. ശ്രദ്ധിക്കുക, നിങ്ങളൊരു വലിയ പ്രയാസകരമായിരിക്കുന്ന സിറ്റുവേഷനിലേക്കാണ് ഈ ഇസ്രായേൽ മക്കൾ കടന്നു പോകാനായിട്ട് പോകുന്നത്. എന്താ അവരുടെ വിഷയം? അവർ മനസ്സിലാക്കി ഇസ്രായേൽ മക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചിന്തിച്ചോണം, ഈ കുഞ്ഞുങ്ങളെ കൊല്ലുവാനായിട്ട് ഈ ഫറവോൻ കൽപ്പന കൊടുത്തതിന് ശേഷം ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ സമയം കടന്നു വന്നപ്പോൾ എണ്ണം നോക്കിയപ്പോൾ 6 ലക്ഷം പുരുഷന്മാരെയാണ് കാണുവാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ ജനം എത്രമാത്രം വർദ്ധിച്ചു, എത്ര വർഷം എടുത്തു? വെറും 400 കൊല്ലം കൊണ്ടാണ് ഇത്രമാത്രം 70 പേരിൽ നിന്ന് ഏതാണ്ട് 10-30 ലക്ഷം ജനങ്ങൾ ഇസ്രായേൽ ദേശത്ത് അല്ലെങ്കിൽ ഈ ഗോശൻ ദേശത്ത് ഉണ്ടാകുവാനായിട്ട് കാരണമായി തീർന്നത്. വെറും 400 വർഷം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ദൈവം അവർക്ക് കൊടുത്തായിരിക്കുന്ന അനുഗ്രഹം എത്രമാത്രം വലിയതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഇത്രമാത്രം വംശങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ വാസ്തവത്തിൽ ഈ മിസ്രൈമ്യരുടെ ജീവിതത്തിൽ ഒരു ഭയാനകമായിട്ട് ഇവരുടെ അവസ്ഥകൾ മാറി. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? വായിച്ചോട്ട് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തി ആക്ട്സ് ചാപ്റ്റർ 7 അതിൻ്റെ 17 മുതലുള്ള വാക്യം, 17 മുതൽ 20 വരെയുള്ള വാക്യം, വേഴ്സ് 17 to 20. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ജനം മിസ്രൈമിൽ വർദ്ധിച്ച് പെരുകി. എന്നിട്ട് ഇവിടെയാണ് സംഭവം തുടങ്ങുന്നത്. ഈ ഗോശൻ ദേശത്ത് ഇസ്രായേൽ മക്കൾ ധാരാളമായിട്ട് വർദ്ധിച്ചു പെരുകിയ
അവരുടെ ഉള്ളിൽ ഒരു ഭയം കടന്നു വന്നു. ഈ ജനം ഇങ്ങനെ വർദ്ധിച്ച് പെരുകയാണെങ്കിൽ പുറത്തുനിന്ന് ഒരു യുദ്ധം കടന്നു വന്നാൽ, ഈ ജനം പുറത്തുള്ള ശത്രുവിനോട് കൂട്ടിച്ചേർന്നാൽ നമ്മുടെ ദേശം നഷ്ടപ്പെടുവാനിടയായിത്തീരും. ഈ ഒരു ചിന്തയാണ് ഈ രാജാവിനെ കൊണ്ട് വേറൊരു തീരുമാനം എടുപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതുവരെ ആ പർട്ടിക്കുലർ സമയം വരെ യോസെഫ് മിസ്രൈമിൽ മാന്യനായിരുന്നത് കൊണ്ട് ഇസ്രായേൽ മക്കൾക്കും ഒരു മാന്യസ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ ഈ പർട്ടിക്കുലർ സമയത്ത് യോസെഫിനെ അറിയാത്തൊരു രാജാവ് കടന്നു വന്നു. എന്നാൽ ഇവർ ആയിരുന്ന ആ പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരെ കഷ്ടപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഈ രാജാവ് ഒരു ഉപായം പ്രയോഗിച്ചു. അപ്പോൾ നല്ല ഒരു പ്ലോട്ട് ചെയ്തിട്ടാണ് ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിപ്പിക്കുവാനായിട്ട് കാരണമായി. ഉദ്ദേശം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏതെങ്കിലും വിധത്തിൽ ഈ ജനത്തെ കുറയ്ക്കണമെന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കണം, 2 കാര്യങ്ങളാണ് ഇതിനകത്ത് അവർ ചിന്തിച്ചു കൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം, ഇവർക്ക് പ്രശ്നമുണ്ടായിരുന്നത് പെൺകുഞ്ഞുങ്ങളോടല്ല. ആൺകുഞ്ഞുങ്ങൾ ആരെല്ലാം ജനിച്ചാലും അവരെ ഈ നൈൽ നദിയിലേക്ക് വലിച്ചെറിയണമെന്നുള്ളതായിരുന്നു രാജാവിൻ്റെ നിയമം. അതിനു മുൻപ് സൂതികർമ്മിണികളോട് പറയുകയും അവരെന്നാൽ ദൈവത്തെ ഭയപ്പെട്ട മുഖാന്തരമായിട്ട് ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങളെ കൊല്ലാതെ അവർ രക്ഷിക്കുവാൻ കാരണമായി തീർന്നു. ഇതാണ് പിൽക്കാലത്തിലേക്ക് കടന്നു വന്നപ്പോൾ രാജാവ് ഇപ്രകാരം ഒരു നിയമം പുറപ്പെടുവിക്കുവാനാണ് കാരണമായി തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത് അന്ന് ഗോശൻ ദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് ഒരു വലിയ പേടി സ്വപ്നമാണ്. കാരണം ഒരു രാജാവിൻ്റെ നിയമം ഓൾറെഡി ഉണ്ട്. അവർക്ക് ജനിക്കുന്ന കുഞ്ഞ് ഒരാൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ അവർ തന്നെ എടുത്ത് നൈൽ നദിയിലേക്ക് വലിച്ചെറിയണം. ഒരു കുഞ്ഞിനെയും നൈൽ നദിയിലേക്ക് വലിച്ചെറിയുവാൻ ഒരു മാതാപിതാക്കന്മാരും ആഗ്രഹിക്കത്തില്ലേ. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? അവർ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് ഒരു കുഞ്ഞ് ജനിക്കാതിരിക്കുന്നത് നല്ലതെന്ന് അവർ ചിന്തിക്കും. എന്നാൽ എന്തായിരുന്നു ഈ രാജാവിൻ്റെ പ്രത്യേകമായ ഉദ്ദേശം? 2 കാര്യങ്ങളാണ് അതിൽ കൂടെ രാജാവ് ആഗ്രഹിച്ചത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ രാജ്യത്ത് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മാത്രമാണ് നൈൽ നദിയിലേക്ക് വലിച്ചെറിയുവാനാണ് രാജാവ് കൽപ്പിച്ചത്. അപ്പോൾ ഏകദേശം ഒരു 40 വർഷം കഴിയുമ്പോൾ ഈ ആൺകുഞ്ഞുങ്ങൾ എന്നുള്ളത് ഗോശൻ ദേശത്ത് ഇല്ലാത്തവരായിത്തീരും. ഈ ഗോശൻ ദേശത്ത് ഒരു ഇസ്രയേലി ആൺകുഞ്ഞെന്ന് പറയുന്നത് ടോട്ടലി ഇല്ലാതെ മാറ്റപ്പെടും. അങ്ങനെയെങ്കിൽ അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു ഗുണമുണ്ട്. ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു ദേശം പോലും, ഒരു ജനം പോലും അന്ന് ഉണ്ടാകത്തേയില്ല. അബ്രഹാമിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ആരും കാണത്തില്ല. അപ്പോൾ ഈ രാജാവിൻ്റെ ഒന്നാമത്തെ എയിമായിരുന്നു ഈ ജനത്തെ നിർമൂലമായി നാശം ചെയ്യുക. അതാണ് ഈ കുഞ്ഞുങ്ങളെ വലിച്ചെറിയുവാനായിട്ട് കൽപ്പന കൊടുത്തത്. ബാക്കിയുള്ളവരെ അടിമത്വത്തിലേക്ക് നിർത്തി അടിമവേല ചെയ്യിച്ച് വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു ജോലിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഫൈനലി അവർ എല്ലാം ആ ദേശത്ത് വെച്ച് മരിച്ചൊടുങ്ങുവാനായിട്ട് കാരണമായി തരും. കരങ്ങളുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നാൽ അതാണ് രാജാവിൻ്റെ ഒന്നാമത്തെ പ്ലാൻ. രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, മോശ മിസ്രൈമിൽ വെച്ച് ചെയ്തതായിരിക്കുന്ന 10 അടയാളങ്ങൾ, 10 അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് മിസ്രൈമ്യ ദേവന്മാരുടെ മേൽ ദൈവം വരുത്തിയൊരു ന്യായവിധിയാണ്. മോശ വെറുതെ അല്ല തവള പെരുകട്ടെ എന്ന് കൽപ്പിച്ചത്. ദൈവം മോശയോട് പറഞ്ഞത് മോശ ആവർത്തിക്കുക ചെയ്തത്. അന്ന് തവളയെന്ന് പറയുന്നത് മിസ്രൈമ ഒരു ദേവനായിരുന്നു. എനിക്ക് തോന്നുന്നു BTHൽ പഠിച്ചവർക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ഈ 10 ബാധ എന്ന് പറയുന്നത് മിസ്രൈമർ അന്ന് വിഗ്രഹാരാധികളായിരുന്നു. അവർ സേവിച്ചു വന്ന ദേവന്മാരുടെ മേൽ സ്വർഗത്തിലെ ദൈവം നടത്തിയ ന്യായവിധിയായിരുന്നു ഇത് മുഴുവൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ ഒരു ന്യായവിധി എന്ന് പറയുന്നത് നൈൽ നദിയിലെ വെള്ളമെടുത്തിട്ട് അത് രക്തമായി മാറ്റപ്പെട്ടു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഈ നൈൽ നദിയിലെ വെള്ളം രക്തമായപ്പോൾ ദൈവം നൈൽ നദിയോട് കാണിച്ചു സാധിക്കുന്ന ഒരു ന്യായവിധിയാണ്. ആ ന്യായവിധി കടന്നു വരുമ്പോൾ അവരുടെ ദേവനോട് കാണിക്കുന്ന ന്യായവിധി ആകുന്നുവെങ്കിൽ നൈൽ നദി എന്ന് പറയുന്നത് അന്ന് മിസ്രൈമക്ക് ഒരു ദൈവമായിരുന്നു.
അതുകൊണ്ട് ആ ദേവന് കൊടുക്കുന്നതായിരിക്കുന്ന ഒരു പ്രസാദമായിരുന്നു ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വലിച്ചെറിയുക എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന വേർഡ്. ഈ കുഞ്ഞുങ്ങളെ നൈൽ നദിയിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇവർ ആഗ്രഹിച്ചത് ഇവരുടെ ദേവനെ പ്രസാദിപ്പിക്കുവാനുള്ള ഒരു സാക്രിഫൈസ് ആയിട്ടാണ് അവരത് കാണുവാനിടയായിത്തീർന്നത്. എന്നാൽ ഫോഴ്സിബിളായിട്ട് ഇസ്രായേൽ മക്കൾക്ക് അത് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. ഈ രാജകൽപ്പന കടന്നു വന്നു. ആരെല്ലാം ഒരു ആൺകുഞ്ഞ് ജനിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുവോ ആ കുഞ്ഞുങ്ങളെ നിർബന്ധമായിട്ട് നൈൽ നദിയിലേക്ക് വലിച്ചെറിയണം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ എബ്രായ കഥകളിൽ പലത് കഥകളായിട്ട് നടക്കുന്നുണ്ട്. അതിനകത്ത് വില്യം ബാക്ക്ലെ കൊടുത്തിരിക്കുന്ന ഒരു പഴയ ഒരു ചരിത്രം ഇപ്രകാരം പറയുന്നു. ഈ അബ്രാമും യോഖെബെദും അവർ വിവാഹം കഴിച്ചു. 2 കുഞ്ഞുങ്ങൾ അവർക്ക് ജനിച്ചു. എന്നാൽ 3-ാമത്തെ കുഞ്ഞ് മോശ ജനിക്കുന്നതിന് മുമ്പ് ഈ അപ്പൻ ഒരു കാര്യം ചിന്തിച്ചു. ഈ തങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതം അവർ വേണ്ടെന്ന് വെച്ചു. 2 പേരും സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുവാനായിട്ട് കാരണമായി തീർന്നു. അവർ സെപ്പറേറ്റ് ആയതിൻ്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല. ഇനിയും ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് വെള്ളത്തിൽ വലിച്ചെറിയുന്നത് അതിൻ്റെ വേദന സഹിക്കുവാൻ വയ്യാതെ ഈ കുടുംബം സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുവാനായിട്ട് കാരണമായി തീർന്നു. 2 പേരും പിണങ്ങിയിട്ടല്ല, പിന്നെയോ ആ കുഞ്ഞിനെ വലിച്ചെറിയുമ്പോഴുള്ള വേദന എന്തെന്ന് അത് സഹിക്കുവാൻ വയ്യാതെ അവർ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഇപ്രകാരം 3 വർഷം അവർ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം മിരിയാം ദൈവത്തിൻ്റെ ഒരു പ്രവചനമായിട്ട് പിതാവിനോട് ഇപ്രകാരം പറയുകയുണ്ടായി. പിതാവേ, നിനക്ക് ഒരു മകൻ ജനിക്കുവാൻ പോകുന്നു. ആ മകന് ഇസ്രായേൽ മക്കളെ ഈ മിസ്രൈമിൻ്റെ അധീനതയിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. നീ എന്തുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ ഭാര്യയെ നീ സ്വീകരിക്കുന്നില്ലേ? ഈ മിരിയാമിൻ്റെ ഈ വാക്കുകളാണ് തൻ്റെ പിതാവ് വീണ്ടും ഈ മകളെ തൻ്റെ ഭാര്യയായ യോഖെബെദിനെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ കാരണമായി തീർന്നത്. ഒരു പ്രത്യേകമായിരിക്കുന്ന വെളിപ്പാട് ഈ അബ്രാമിനും യോഖെബെദിനും ഉണ്ടായിരുന്നു. ഒരു വാക്യം കൂടെ വായിച്ചാട്ട്, ഹീബ്രൂസ് ചാപ്റ്റർ 11:23, എബ്രായർ 11:21. നിങ്ങൾ മനസ്സിലാക്കണം, മോശയുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് 3 പ്രത്യേകമായിരിക്കുന്ന പോർഷനിലാണ് മോശ എന്നുള്ള കുഞ്ഞിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ വായിക്കാമെങ്കിൽ അവിടെ കാണുന്ന വേർഡ്, ഇവിടെ നമ്മൾ മലയാളം ബൈബിളിൽ നമ്മൾ കണ്ടത് ശിശു, അവിടെ പറയുന്നത് സുന്ദരനെന്ന്, ദിവ്യ സുന്ദരനായിരുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ പഠിക്കാമെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് ഹി വാസ് ദ പ്രോപ്പർ ചൈൽഡ്. അത് ഒരു പ്രോപ്പർ ചൈൽഡായിരുന്നു. ആരെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്താട്ട്. ഹീബ്രൂസ് 11:23, they saw he was perfect child. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കുഞ്ഞ് ഒരു പുറമേയുള്ള കാഴ്ചയിൽ സുന്ദരൻ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അവർ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ മനസ്സിലാക്കി ഈ കുഞ്ഞ് ഒരു പ്രോപ്പർ ചൈൽഡാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ, ഈ കുഞ്ഞിൻ്റെ പിന്നിൽ അവർ സംതിങ് എൽസ് കാണുവാനായിട്ടിടയായിത്തീർന്നു. അവിടെയാണ് മോശയുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസം കടന്നു വരുന്നത്. 3 ഭാഗങ്ങൾ വായിച്ചാട്ടെ. എക്സോഡസ് ചാപ്റ്റർ 2 വേഴ്സ് 2. എക്സോഡസ് 2, അവൻ സൗന്ദര്യമുള്ളവൻ, അത് ഫെയർ. അവിടെ മോശയുടെ ജനത്തെക്കുറിച്ച് പറയുന്നു, ഹി വാസ് ഫെയർ. 2 ആക്ട്സ് 7:20, ദിവ്യ സുന്ദരനായിരുന്നു. അവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് എക്സീഡിംഗ്ലി ഫെയർ, എക്സീഡിംഗ്ലി ഫെയർ. 3 നമ്മൾ കണ്ട എബ്രായ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത് പ്രോപ്പർ ചൈൽഡ്. ആ വേർഡ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഗ്രീക്ക് വേർഡിൻ്റെ മീനിങ് ഇപ്രകാരമാണ്, ഫെയർ ടു ഗാഡ്, ദൈവത്തിന് മുൻപാകെ സൗന്ദര്യമുള്ളവൻ എന്ന് പറഞ്ഞാൽ മോശ ജനിച്ചപ്പോൾ തന്നെ മോശയെ കണ്ടപ്പോൾ കണ്ടവർ ഒരു കാര്യം മനസ്സിലാക്കി, കുഞ്ഞ് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു പദ്ധതി ഈ പൈതലിൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഈ പൈതലിൻ്റെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ആദ്യം പറഞ്ഞ വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. മോശയുടെ അമ്മയപ്പന്മാർ അത് കണ്ടു. ഭൗതികമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു പേർപ്പസ് എന്തെന്നുള്ളത് മോശയെക്കുറിച്ച് മാതാപിതാക്കന്മാർ കണ്ടു. ഒരു പ്രത്യേകമായിരിക്കുന്ന പ്ലാനിങ് ഉള്ളത് കണ്ടു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് അപ്രകാരമുള്ള അനേക കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന തെരഞ്ഞെടുപ്പോടുകൂടെ, ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശത്തോടുകൂടെ ജനിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ.
ഇത് അവരുടെ മോശയിൽ കൂടെ അവ കാണുവാൻ ഇടിയായിത്തീർന്നതാണ്. മോശയുടെ മാതാപിതാക്കന്മാർ ഒരു വിശ്വാസം ഏറ്റെടുക്കുവാൻ കാരണം. ഞാൻ ആദ്യം പറയുണ്ടായി, ചരിത്രമിപ്രകാരം പറയുന്നു, ഈ മിരിയാം ഇപ്രകാരം ഒരു പ്രൊഫസി കൊടുത്തു. അത് മറ്റൊന്നുമല്ല, ഇനിയും ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിൽ കൂടെ ദൈവം അത്ഭുതകരമായ രീതിയിൽ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കും. നിങ്ങൾക്കറിയാം, യോസേഫ് പറഞ്ഞൊരു വേർഡ് നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കൾക്ക് അവർക്ക് തീർച്ചും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഈ മിസ്രൈം, ഈ ഗോശൻ ദേശമല്ല ഞങ്ങളുടെ സ്വന്തം ദേശം, ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു പോകണം. എന്നാൽ ഇപ്പോൾ പോകുവാൻ പറ്റാത്തൊരവസ്ഥയിൽ, അടിമത്വത്തിൻ്റെ അവസ്ഥയിൽ അവർ കിടക്കുമ്പോൾ, രക്ഷപ്പെടുവാൻ മാർഗമില്ലാതിരിക്കുന്ന സ്ഥാനത്ത് അവർ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു രക്ഷകനെയാണ്. നിങ്ങൾക്കറിയാം, ഒന്നാമത്തെയായി നമ്മൾ കാണുമ്പോൾ നമ്മൾ പഠിക്കുന്നൊരു വേർഡുണ്ട്, ഇസ്രായേൽ മക്കളുടെ, ഒന്ന് വായിച്ച എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സ് 9, 9ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ആ വേർഡ്, ദൈവം, സ്വർഗത്തിലെ ദൈവം ഓൾറെഡി ഇത് കണ്ടു. എത്രമാത്രം ഇവർ ഞെരുക്കുവാനായിട്ട് കാരണമായിത്തീർന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവർക്ക് രക്ഷകൻ. എന്നാൽ ഇവിടെ മോശയുടെ മാതാപിതാക്കന്മാർക്ക് സ്വർഗത്തിലെ ദൈവം കൊടുത്ത വെളിപ്പാടിനനുസരമായിട്ട് ഇപ്രകാരം ഒരു കുഞ്ഞ് ജനിക്കുമെന്നും, രണ്ടാമത് ഇപ്രകാരം കഥ പറയുന്നുണ്ട്. മോശയുടെ പിതാവ് വളരെ വേദനയോടുകൂടെ ഇപ്രകാരം കുഞ്ഞുങ്ങളെ നദിയിലേക്ക് വലിച്ചെറിയുന്ന വലിയ ഭാരം കടന്നു വന്നിട്ട്, ഇസ്രായേൽ മക്കളുടെ ഇത്രമാത്രം പ്രയാസകരമായ സിറ്റുവേഷൻ കടന്നു വന്നപ്പോൾ ഈ പിതാവ് ദൈവസന്നിധാനത്തിൽ തൻ്റെ ഭാരം മുഴുവൻ പകരുവാനിടയായിത്തീർന്നു. താൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ദൈവം ഒരു ദർശനം തനിക്ക് കൊടുത്തു. ആ ദർശനം ഇതായിരുന്നു, അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട കാര്യമില്ലേ, ഏകനായിട്ട് ഞാൻ അബ്രഹാമിനെ വിളിച്ചു ബോധിച്ചു. അബ്രഹാമിനെ ഞാൻ ഇത്രമാത്രം സമ്പദ് സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു, ഇത്രമാത്രം ഞാൻ അനുഗ്രഹിച്ചു നിർത്തിയതുപോലെ നിന്നിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുവാൻ പോകുന്നു. ആ കുഞ്ഞ് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൻ്റെ അധീനതയിൽ നിന്ന് വിടുവിക്കുമെന്നോ ദൈവം ഒരു അരുളപ്പാട് കൊടുത്തു. ഈ പ്രത്യേകമായിരിക്കുന്ന അരുളപ്പാട് തൻ്റെ മനസ്സിൽ ഇരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു വന്നത്. അവർക്ക് ജനിച്ച കുഞ്ഞിനെക്കുറിച്ച് അവർ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കുഞ്ഞിനെ അവർ നോക്കിയപ്പോൾ കണ്ടത് കുഞ്ഞ് ദിവ്യ സുന്ദരനായിരുന്നു. അവർ മനസ്സിലാക്കി ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു പേർപ്പസ് ഈ പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പ്രത്യേകമായിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? രാജാവിൻ്റെ ഒരു വലിയ കൽപ്പന കിടക്കുക. എന്താ രാജാവിൻ്റെ കൽപ്പന? ഈ കുഞ്ഞുങ്ങളെ, ഇപ്രകാരം ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിലേക്ക് വലിച്ചെറിയണം. എന്നാൽ ഇവിടെ വലിച്ചെറിയുവാൻ സാധ്യമാകാതെ 3 മാസം ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുക. എന്തുകൊണ്ടാണ് അവർ ഒളിപ്പിച്ചു വെച്ചത്? രാജാവിൻ്റെ കൽപ്പന അവർ ഭയപ്പെടുവാൻ ഇടയായിത്തീർന്നില്ലേ എന്ന് പറഞ്ഞാൽ ദൈവം അവർക്ക് കൊടുത്തൊരു വിശ്വാസം. ഈ കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പർപ്പസ് അവർ മനസ്സിലാക്കിയത്, ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിയത് ഈ മാതാപിതാക്കന്മാരുടെ ഉള്ളിൽ പ്രതികൂലങ്ങളെ ജീവിക്കുവാൻ കാരണമായി തീർന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനം പഠിക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കണം, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ആ പർപ്പസ് നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ലോകത്തിലെ രാജാക്കന്മാർ എഴുന്നേറ്റാലും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസ് എൻ്റെ ജീവിതത്തിൽ കൂടെ നിറവേറ്റുന്നവനാണോ എൻ്റെ ദൈവം എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു കാരണവശാലും ഒരു മനുഷ്യനും ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ആ പർപ്പസ് നഷ്ടമാക്കുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനും സാധ്യമല്ല. ഒരു രാജ്യം തന്നെ എതിരായിട്ട് എഴുന്നേറ്റാലും ആ രാജ്യത്തെ പരിപൂർണമായി നശിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം ശക്തനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, തൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള ഒരു ഭീതി, ആ കുഞ്ഞ് ജനിക്കുമോ ജീവിക്കുമോ എന്നുള്ളൊരു ഭയം, ആ ഭയമാണ് മാതാപിതാക്കന്മാരുടെ ഉള്ളിൽ ആദ്യമുണ്ടായിരുന്നെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് ആ മാതാപിതാക്കന്മാരുടെ ഭയം മാറ്റപ്പെടുവാനിടയായിത്തുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമാണ്. ഇത്രമാത്രം പ്രതികൂലങ്ങളുടെ ഒരു സാഹചര്യത്തിൽ അവർ നിൽക്കുമ്പോൾ, പ്രയാസകരമായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർ നിൽക്കുമ്പോൾ ഈ അമ്മയപ്പന്മാരുടെ വിശ്വാസത്തിൽ ഒരു ഒരുമിച്ച് നിന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അബ്രഹാമിൻ്റെയും സാറയുടെയും വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, സാറയ്ക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനുള്ള ഒരു കാരണമുണ്ട്. സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി.
അപ്പോൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? അബ്രഹാമിനാണ് ദൈവം വാഗ്ദത്തം കൊടുത്തത്. പക്ഷേ സാറയും അനുഗ്രഹിക്കപ്പെടേണ്ട ഒരു സമയം കടന്നു വന്നപ്പോൾ സാറയുടെ അവിശ്വാസം മാറ്റി വിശ്വാസം ആക്കിയിട്ടാണ് ദൈവം അനുഗ്രഹം കൊടുത്തത്. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറയുന്നു. അബ്രഹാം ഇപ്രകാരം ദൈവത്തോട് തിരിച്ചു പറഞ്ഞു, വേണ്ട, ഇസ്മായേൽ ജീവനോടെ ഇരുന്നാൽ മതി. എന്നാൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, എനിക്ക് അസാധ്യമായത് വല്ലതുമുണ്ടോ? അബ്രഹാം അത് കണ്ണുമടച്ച് വിശ്വസിച്ചു. ആ സമയവും ഭാര്യ വിശ്വസിച്ചില്ല. 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ 3 ദൂതന്മാർ അബ്രഹാമിൻ്റെ കൂടാരവാതിൽക്കൽ പ്രത്യക്ഷമായി. അവിടെ വെച്ച് ദൈവം വീണ്ടും അബ്രഹാമിനോട് ഉടമ്പടി വീണ്ടും പുനഃസ്ഥാപിക്കുക. ഈ സമയത്ത് അകത്ത് സാറ വാതിലിനകത്തിരിക്കുക. അകത്ത് സ്വർഗ്ഗത്തിലെ ദൈവം നോക്കുമ്പോൾ ഒരു ചിരിയുടെ ശബ്ദം കേൾക്കാം. ദൈവം ചോദിച്ചു, അബ്രഹാമേ, നിന്റെ ഭാര്യയാകുന്ന സാറ ചിരിക്കുന്നത് എന്തിന്? സാറ പറഞ്ഞു, ഇല്ല, ഞാൻ ചിരിച്ചില്ല. ദൈവം സാറയുടെ ഒരു കാര്യം പറഞ്ഞു, യഹോവയാൽ അസാധ്യമായ കാര്യം വല്ലതുമുണ്ടോ? അതാണ് അവളുടെ ജീവിതത്തിൽ മാറ്റം വന്നത്. ഈ രണ്ടുപേരും വിശ്വാസത്തിൽ ഒരുമിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ കരങ്ങൾ അവർക്കൂടെ വെളിപ്പെടുവാൻ കാരണമായി തീർന്നത്. ആ ഒരു കുടുംബമായിട്ട് അവർ അനുഭവിക്കേണ്ടതായിരിക്കും നന്മ, കുടുംബമായിട്ട് അവർ അനുഭവിക്കേണ്ടതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവർ പ്രാപിക്കുവാൻ കാരണമായി തീർന്നത് ഒരുമിച്ച് അവർ വിശ്വസിച്ചു. ഇവിടെ മോശയുടെ അമ്മയപ്പന്മാരുടെ പ്രത്യേകത അതായിരുന്നു. പ്രതികൂലങ്ങൾ മുഴുവൻ കിടക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം. കാരണം ഇതൊരു മാനുഷികമായിരിക്കുന്ന ഒരു വേർഡല്ല, രാജകൽപ്പനയാണ് ഇത്. ആ രാജകൽപ്പന ഉള്ളപ്പോൾ തന്നെ ഒരു കുഞ്ഞിനെ പെരയ്ക്കകത്ത് വെച്ച് വളർത്തുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ആരെങ്കിലും അവിടെയും ഇവിടെയും ഒരു അറിവ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞിനെ പിടിച്ച് നദിയിലേക്ക് വലിച്ചെറിയും. അത് മാത്രമല്ല, ഈ മാതാപിതാക്കന്മാരും ശിക്ഷിക്കപ്പെടേണ്ടത് പെടുവാനിടയായിത്തീരും. അപ്പോൾ അവർ ശിക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത്, അവരുടെ കുഞ്ഞിനെ കൊല്ലപ്പെടേണ്ട സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് അവർ വിശ്വാസം അവർക്ക് ഉണ്ടാകുവാൻ കാരണമായി. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. അവർ നശിക്കേണ്ട സ്ഥാനത്ത്, അവരുടെ കുഞ്ഞ് കൊല്ലപ്പെടേണ്ട സ്ഥാനത്ത് ഈ ഒരു പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് അവർ വിശ്വാസത്തിൽ നിൽക്കുവാൻ കാരണമായി തീർന്നത്. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊന്നുമായിരുന്നില്ല, ഈ കുഞ്ഞ് കൊല്ലപ്പെടത്തില്ല. ഇതാണ് മാതാപിതാക്കന്മാരെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഈ കുഞ്ഞ് കൊല്ലപ്പെടത്തില്ല, ഈ കുഞ്ഞ് ജീവിക്കും. അവർ ആ കുഞ്ഞിനെ കാണുമ്പോൾ ഒരു കാര്യം അവർക്കറിയാം, ഈ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന് പർപ്പസ് ഉണ്ട്. ദൈവത്തിന്റെ പർപ്പസ് ആ കുഞ്ഞിൽ കൂടെ നിറവേറ്റപ്പെടും. ഞാൻ ഇന്ന് പകൽക്കാലം ഈ വാക്യം ഞാൻ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ സന്തോഷമുണ്ടായി. മറ്റൊന്നുമല്ല, ദൈവം ഒരു വാഗ്ദത്തപ്രകാരം ഒരു കുഞ്ഞിനെ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അക്ഷരികമായിട്ട് ഏതെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും ദൈവം അത് നിറവേറ്റുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ പദ്ധതി ദൈവം മാറ്റുകയില്ല. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി പ്രയാസമുണ്ട്. ഒരു രീതിയിൽ മുൻപോട്ട് കടന്നു പോകാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ മുൻപോട്ട് കടന്നു പോകാൻ സാധിക്കത്തില്ല എന്നുള്ളത് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ പ്രശ്നമല്ല. അവരിപ്പോൾ അകത്ത് ഈ കുഞ്ഞിനെ വളർത്തുന്നത് പേടിച്ചല്ല, അകത്ത് കുഞ്ഞിനെ വളർത്തുന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ അകത്ത് ഈ കുഞ്ഞിനെ വളർത്തുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു ഫെയ്ത്ത് ഉണ്ട്. ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ പ്രത്യേക പർപ്പസ് ഉള്ളതാണ്. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. ദൈവം പ്രത്യേക വാഗ്ദത്തം കൊടുത്തു, ഈ കുഞ്ഞായിരിക്കും ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നത്. ഈ ഒരു വാഗ്ദത്തം ലഭിച്ചെങ്കിൽ എന്തിനായി ഈ കുഞ്ഞിനെ കൊണ്ട് വെളിയിൽ കൊണ്ടിടാഞ്ഞത്? സ്വർഗ്ഗത്തിലെ ദൈവം കാവൽ ചെയ്യത്തില്ലേ? തീർച്ചയായിട്ടും കാവൽ ചെയ്യും. പിന്നീട് എന്തുകൊണ്ടായി കുഞ്ഞിനെ കൊണ്ട് വെളിയിടാഞ്ഞത്? അതല്ല ദൈവത്തിൻ്റെ പർപ്പസ്. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഫെയ്ത്തിന് പകരമായിട്ട് ഓവർ കോൺഫിഡൻസിൽ പലപ്പോഴും പല കാര്യം ചെയ്യും. അത് വലിയ ഫെയിലിയർ. പറഞ്ഞ വേർഡ് മനസ്സിലായോ? ഫെയ്ത്ത് നല്ലതാണ്, പക്ഷേ ഓവർ കോൺഫിഡൻസ് തെറ്റാണ്. ഓവർ കോൺഫിഡൻസ് വരുമ്പോഴാണ് അതൊരു നാശത്തിൻ്റെ വക്കിലേക്ക് കടന്നു പോകുന്നത്. പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ പ്രശ്നമാണ് ഓവർ കോൺഫിഡൻസ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ ഈ ഓവർ കോൺഫിഡൻസിൻ്റെ ഒരു സ്റ്റെപ്പെങ്കിലും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ കാണും. 4 പ്രാവശ്യം നല്ല രീതിയിൽ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ 5-ാമത്തെ പ്രാവശ്യം ചിന്തിക്കും, എനിക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ അറിയാം. വാട്ട് ഈസ് ദാറ്റ്? ഓവർ കോൺഫിഡൻസ്. ദൈവത്തിൽ ഞാൻ ആശ്രയിക്കേണ്ടത് പകരം, ദൈവത്തിൽ ഞാൻ ചാരേണ്ടതിന് പകരം
എന്നിൽ കൂടെ ഒരു പ്രവൃത്തി നടന്നു, 2 പ്രാവശ്യം നടന്നു, 3 പ്രാവശ്യം നടന്നു. എനിക്കൊരു ഉറപ്പുണ്ട്, എന്നിൽ കൂടെ അത് നടക്കുമെന്ന്. ദാറ്റ് ഈസ് ഓവർ കോൺഫിഡൻസ്. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടത് ഓവർ കോൺഫിഡൻസ് അല്ല, ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ഇൻ ഗാഡ്. ദൈവത്തിലായിരിക്കണം അവരുടെ കോൺഫിഡൻസ്. ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഈ മാതാപിതാക്കന്മാർ ആ കുഞ്ഞ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു കാര്യം അവർക്കറിയാം, ഇത്രമാത്രം പ്രതികൂലങ്ങൾ എൻ്റെ മുൻപിൽ കടന്നു വന്നാലും, ഇത്രമാത്രം പ്രയാസങ്ങൾ എൻ്റെ മുൻപിൽ കടന്നു വന്നാലും ഈ കുഞ്ഞ് കൊല്ലപ്പെടുകയില്ല. എന്താ കാരണം? എന്നാ? ദൈവത്തിൻ്റെ വാഗ്ദത്തം അവർക്ക് ലഭിച്ചു. അവർ കണ്ടു ഈ കുഞ്ഞ് ദൈവത്തിനുള്ള കുഞ്ഞാണെന്ന് മനസ്സിലാക്കി, ദൈവത്തിൻ്റെ പർപ്പസിനുള്ള കുഞ്ഞാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, എന്തെല്ലാം തലമറിഞ്ഞു പോയാലും അതിനകത്തൊരു മാറ്റം വരത്തില്ല എന്നുള്ളത് ഈ അമ്മയപ്പന്മാർ കണ്ടു. നിങ്ങൾ മനസ്സിലാക്കണം, ആരുടെ കൽപ്പന ലംഘിച്ചത്? രാജാവിൻ്റെ, കൊച്ചു വ്യക്തിയുടെ ഒന്നുമല്ല. ആ പർട്ടിക്കുലർ സമയത്ത് രാജാവ് ഒരു തീരുമാനമെടുത്തു. ഇസ്രായേൽ ദേശത്ത് അനേക കുഞ്ഞുങ്ങളെ പെരയ്ക്കകത്ത് വളർത്തുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ജനിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സകല കുഞ്ഞുങ്ങളെയും പിടിച്ച് കൊല്ലാൻ തീരുമാനിച്ചു. രാജാവ് കണ്ടൊരു മാർഗം ഇതായിരുന്നു, ഒരു അകത്തുള്ളൊരു കുഞ്ഞിനെ കരയിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, പുറത്തൊരു കുഞ്ഞിനെ കരയിച്ചാൽ മതി. ഒരു കുഞ്ഞ് പുറത്ത് കിടന്ന് കരഞ്ഞാൽ അകത്ത് കിടക്കുന്ന കുഞ്ഞും കരയും. കണ്ടിട്ടില്ലേ, ചർച്ചിൽ ഒരു കുഞ്ഞ് കരച്ചിൽ തുടങ്ങിയ ബാക്കിയെല്ലാം കരയുന്നു. ഇത് അതിൻ്റെ കാരണം അതാ. എന്താ വിഷയം? അതിന് ചെയ്ത ഒരു പ്ലാൻ എന്ന് പറയുന്നത്, മിസ്രൈമിയ സ്ത്രീകളെ തങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഇസ്രായേൽ മക്കളുടെ വീട്ടിൽ വിട്ടിട്ട് ആ വീടിൻ്റെ മുറ്റത്ത് ചെല്ലുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കരയിക്കും, വേദനിപ്പിച്ച് കരയുമ്പോൾ അകത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ് കരയും. ഈ പർട്ടിക്കുലർ സ്ഥാനത്താണ് മോശയെക്കുറിച്ച് അമ്മയപ്പന്മാർ ഒരു തീരുമാനമെടുത്തത്, ഇനിയും ഈ കുഞ്ഞിനെ പെരയ്ക്കകത്ത് വെച്ച് വളർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി. ഈ കുഞ്ഞിനെ പബ്ലിക്കലി നിർത്തിയേ പറ്റത്തുള്ളൂ, ഈ കുഞ്ഞിനെ വെളിയിൽ വിട്ടേ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അവരുടെ ഉറപ്പെന്ന് പറയുന്നത്, ഈ കുഞ്ഞെന്ന് പറയുന്നത് മറ്റുള്ള സാധാരണപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെ നശിച്ചു പോകേണ്ട ഒരു കുഞ്ഞല്ല. ഈ കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിന് പർപ്പസ് ഉണ്ട്. ഒരു ഞാങ്ങടപ്പെട്ടകം ഉണ്ടാക്കി അതിൽ കീലൊക്കെ തേച്ച് ഈ കുഞ്ഞിനെ കൊണ്ട് അകത്ത് കിടത്തുമ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവമേ, ഈ കുഞ്ഞിനെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെയും എന്തുണ്ട്? നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ പേരുകൾ ഒറ്റ പ്രാവശ്യമേ വേദപുസ്തകത്തിൽ കാണിച്ചിട്ടുള്ളൂ. പുറപ്പാട് പുസ്തകം തുടങ്ങുമ്പോൾ ലേവി പുരുഷൻ, ലേവി കന്യക എന്നുള്ളതല്ലാതെ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയില്ല. 6-ാം അധ്യായത്തിലാണ് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നത്. ഒരു ഐഡൻറ്റിറ്റി പോലും ഇല്ലാതെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത കുടുംബത്തിൻ്റെ വിശ്വാസം, അവരുടെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് കടന്നു വന്നത് ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ അവരിൽ കൂടെ വെളിപ്പെടുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, ഇസ്രായേൽ മക്കളുടെ രക്ഷകനായിട്ട് ഒരു മോശ എഴുന്നേൽക്കുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, ഇതാണ് ഇതിൻ്റെ കാരണമായി തീർന്നത് ഈ മാതാപിതാക്കന്മാരുടെ വിശ്വാസമാണ്. ഈ മാതാപിതാക്കന്മാർ വിശ്വസിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നതിനെ അവസ്ഥ? മോശയ്ക്ക് പകരം മറ്റൊരാളെ ദൈവത്തിന് നോക്കേണ്ടി വന്നേരെയും ദൈവത്തിൻ്റെ പർപ്പസ് ദൈവം നിറവേറ്റും. ആര് മാറിപ്പോയാലും ദൈവത്തിൻ്റെ പർപ്പസ് ദൈവം നിറവേറ്റും. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ വേർഡ്. നമ്മെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്, എന്നെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ പർപ്പസിൽ ഞാൻ നിന്നില്ലെങ്കിൽ ദൈവം എന്നെ എടുത്ത് മാറ്റി വേറെ ആളെ കൊണ്ടുവെക്കും. ദൈവത്തിൻ്റെ വേലയ്ക്ക് ദൈവം മുടക്കം വരുത്തത്തില്ല. ജാതികൾ രക്ഷപ്പെടണം എന്നുള്ളത് ദൈവത്തിന് ഹിതമാകുന്നുവെങ്കിൽ, പത്രോസേ, നിനക്കാണ് ആദ്യം ആ വെളിപ്പാട് തന്നത്. സ്വർഗത്തിൽ തുപ്പട്ടി താഴോട്ടിറങ്ങി ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടും നീ അത് ചെയ്യാഞ്ഞതുകൊണ്ട് വേറെ പൗലോസിനെ ദൈവം കണ്ടു. ദൈവത്തിൻ്റെ പർപ്പസ് ദൈവം മാറ്റത്തില്ല. ആളെ മാറിയെന്നിരിക്കും. ശൗലേ, നിന്നെ രാജസ്ഥാനത്താക്കിയിരിക്കുമ്പോൾ നീയും തുടർന്ന് സന്തതിയുമാ രാജാക്കന്മാരായിരിക്കേണ്ടത്. പക്ഷേ നിൽക്കാഞ്ഞതുകൊണ്ട് ഒരാടുകളുടെ ഇടയിൽ നിന്ന് ആടുകളെ മേയ്ക്കുന്ന ഒരുവനെ ഞാൻ കൊണ്ടവിടെ നിർത്തി. ദൈവത്തിൻ്റെ പർപ്പസ് നിറവേറ്റി. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്,
നമ്മൾ നിൽക്കേണ്ട നിലയിൽ നിന്നില്ലെങ്കിൽ വെട്ടിക്കളയും. ഇതാ എബ്രായലേഖനം പഠിപ്പിക്കുന്നത്. ഇസ്രായേൽ മക്കളെ ഹോൾ നേഷനായിട്ട് ദൈവം വെട്ടിക്കളഞ്ഞിട്ട് ജാതികളെ അതിനകത്ത് തിരഞ്ഞെടുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നില്ല. ശ്രദ്ധിച്ചു വായിച്ചോട്ടെ. അപ്പോസ്തലൻ റോമലേഖനം ചാപ്റ്റർ 11 വേഴ്സ് 22 and 23. നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ. താഴത്തെ വാക്യം കൂടെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. എന്നിട്ട് താഴെ ശ്രദ്ധിക്കുക. ദൈവത്തിന് മുഖപക്ഷമല്ല. ദൈവം ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അക്ഷരികമായിട്ട് നടത്തും. പക്ഷെങ്കിൽ ആ പ്ലാനിങ്ങിൽ ഞാൻ നിന്നാൽ അതെനിക്കൊരു അനുഗ്രഹമായിരിക്കും. ആ പ്ലാനിങ്ങിൽ ഞാൻ നിൽക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നിറവേറ്റപ്പെടാതിരിക്കത്തില്ല. ആ സ്ഥാനത്ത് ദൈവം വേറൊരാളെ കൊണ്ടുവെക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന പർപ്പസിൽ നിൽക്കുക എന്നുള്ളത് ദൈവമക്കൾക്കുള്ള വലിയ പദവിയാകുന്നുവെന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ. എന്താ ഇവിടുത്തെ വിഷയം? രാജാവിൻ്റെ കോപം കടന്നു വന്നിട്ടും രാജാവിൻ്റെ കോപത്തെ ഭയപ്പെടാതെ ആ ഭയത്തെ ഓവർകം ചെയ്യുന്ന വിശ്വാസം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. നിങ്ങൾക്കറിയാം, ശദ്രക് മേശക് അബേദ്നെഗോവിനെ തീയിൽ വലിച്ചെറിയുന്ന സമയത്ത് അവർ പറഞ്ഞൊരു വേർഡുണ്ട്, ഈ ദൈവം ഞങ്ങളെ വിടുവിക്കും. വിടുവിച്ചില്ലെങ്കിലും രാജാവേ, നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ എന്താ അത് കാരണമായി തീർന്നത്? എന്തായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത? അവരുടെ ഈ തീ എന്ന് പറയുന്നത് അവർക്കൊരു ഭയമേ ആയിരുന്നില്ല. കാരണം ദൈവത്തിലുള്ള അവരുടെ വിശ്വാസം, ദൈവത്തോടുള്ള അവരുടെ ബന്ധം ഈ ഭയത്തെ ഓവർകം ചെയ്യുന്നതായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വാസം ഭയത്തെ ഓവർകം ചെയ്യും. വിശ്വാസം ഭയത്തെ മാറ്റിക്കളയുന്നു. എൻ്റെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ കാരണം വിശ്വാസമില്ലെന്നുള്ളതാണ്. ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ ഞാൻ ഭയപ്പെടുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം എന്നിൽ വിശ്വാസമുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വിളിച്ച ദൈവം വിശ്വസ്തൻ. വിളിച്ച ദൈവം ഒരിക്കലും നമ്മളെ വഴിയിലിട്ടില്ല. അവൻ നമ്മളെ കരം പിടിച്ച് നടത്തുന്നൊരു ദൈവം. പക്ഷെ എന്തു വേണം, രാജാവിൻ്റെ കോപമാണെങ്കിലും നമ്മുടെ മുൻപിൽ ഒരു പ്രയാസം. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. റോമലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, 1-2 വാക്യം വായിച്ചിട്ട്, റോമൻസ് ചാപ്റ്റർ 13 വേഴ്സ് നമ്പർ 1 and 2. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു. വാസ്തവം നിങ്ങൾ ചിന്തിച്ചാട്ട്, ഈ അമ്രാമും യോഖെബദും ഇവർ എന്തിനെയാ അവർ മാറ്റിയത്? എന്തിനെയാ അവർ ലംഘിച്ചത്? രാജാവിൻ്റെ കൽപ്പനയാണ് ലംഘിച്ചത്. ഇവിടെ നമ്മൾ പഠിച്ച ഭാഗം എന്ന് പറയുന്നു, ഏത് മനുഷ്യനും ഇവിടെ കീഴടങ്ങിയിരിക്കണം. ശ്രേഷ്ഠാധികാരികൾക്ക് ഉള്ള അധികാരങ്ങളോ ആരിൽ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന്. എന്നാൽ ഇവർ രാജാവിൻ്റെ കൽപ്പന ലംഘിച്ചു എങ്കിലും അതൊരു തെറ്റായില്ല. രാജാവിൻ്റെ കൽപ്പന ലംഘിക്കരുത്, ലംഘിച്ചാൽ അത് തെറ്റാ. എന്നാൽ ഇവർ ചെയ്തതായിരിക്കുന്ന ഇവർ രാജാവിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ അതൊരു തെറ്റായില്ല. എന്താ കാരണം എന്നാണെന്നറിയാമോ? ഈ രാജാവിൻ്റെ കൽപ്പന ദൈവ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരുന്നു. അപ്പോൾ അനുസരിക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? എല്ലാവരുടെയും എല്ലാ നിയമത്തെയും അനുസരിക്കുവാനല്ല നമ്മൾ കടംപെട്ടത്. ദൈവ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടിരിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവ വ്യവസ്ഥ ഇല്ലാത്തതാണെങ്കിൽ നാം ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. തിരുവചനം പറയുന്നുണ്ട്, ഭാര്യമാരെ നിങ്ങൾ കർത്താവിൽ നിമിത്തം ആക്കി കീഴടങ്ങിയിരിക്കാൻ. സഹോദരിമാർക്ക് സന്തോഷമായി. എങ്ങനെയാണ് അവിടെ പറഞ്ഞത്? കർത്താവിൽ നിമിത്തം. അപ്പോൾ ദൈവവും ആയിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായുള്ള കാര്യങ്ങളാകുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശോധന ചെയ്യേണ്ട കാര്യമാണ്. എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഭാഗമെന്ന് പറയുന്നത്, ഇത്രമാത്രം ഭയാനകമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ മുമ്പിൽ കടന്നു വന്നപ്പോൾ അവരുടെ മുമ്പിൽ ഒരു ഭാരവും അവർക്കില്ല,
ഒരു ഭയവും അവക്കുണ്ടായില്ല, ഒരു വേദനയും അവക്കുണ്ടായില്ല. പകരം ഓരോ ദിവസം കഴിയും തോറും അവർ കണ്ടതായിരിക്കുന്ന കാഴ്ച ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പേർപ്പസ് നിറവേറ്റപ്പെടുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണും. നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ചിന്തിക്കും മോശയുടെ പ്രത്യേകതയെക്കുറിച്ച്. അന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഭാഗം എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഈ മാതാപിതാക്കന്മാർ ഈ കുഞ്ഞിനെ കാണുന്ന ഓരോ സ്റ്റെപ്പുകളും, ഈ കുഞ്ഞ് മരിക്കുമെന്നല്ല അവർ കാണുന്നത്. അവർ കണ്ടത് ഇവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് അവൻ കൂടെ നിറവേറ്റപ്പെടുവാൻ പോകുകയാണ്. അതായിരിക്കട്ടെ നമ്മുടെ കാഴ്ചപ്പാട്. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ചുറ്റുപാടുകളെ കണ്ട് ഭയപ്പെടുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നടുവിൽ ദൈവം തന്ന വിശ്വാസം ഏറ്റെടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടച്ചാട്ട് കർത്താവിൻ്റെ പരിശുദ്ധ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ തിരിച്ചാട്ട്. ഹല്ലേലൂയ.